നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ KTU ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. അതെ, CST 202 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ. അതിലെ ആദ്യത്തെ മൊഡ്യൂൾ. അതെ, ആദ്യത്തെ മൊഡ്യൂൾ. ഒരുപക്ഷെ കമ്പ്യൂട്ടർ സയൻസിലെ ഏറ്റവും അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾക്കുത്തരം നൽകുന്ന ഒരു ഭാഗമാണിത്. നിങ്ങൾ x=y+5 എന്ന് ഒരു കോഡ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ, അതെ, ആ നിർദ്ദേശം കമ്പ്യൂട്ടറിനുള്ളിൽ നടത്തുന്ന ഒരു യാത്രയുണ്ട്. ഇന്ന് നമ്മളൊരു കുറ്റാന്വേഷകനെ പോലെ ആ യാത്രയുടെ ഓരോ ഘട്ടവും കണ്ടെത്താൻ പോവുകയാണ്. കൊള്ളാം, ഒരു ഇൻസ്ട്രക്ഷന്റെ ജീവിതയാത്ര. അപ്പോ ഈ ആദ്യ മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെ സ്റ്റോപ്പുകളിലാണ് നിർത്താൻ പോകുന്നത്? നമ്മുടെ ഈ യാത്രയ്ക്ക് ഒരു 4 പ്രധാന ഘട്ടങ്ങളുണ്ട്. ആദ്യം കമ്പ്യൂട്ടറിന്റെ ഒരു ബ്ലൂപ്രിന്റ് നമ്മൾ മനസ്സിലാക്കും. അതിന്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലേ? അതെ, അവ എങ്ങനെ സംസാരിക്കുന്നു എന്നും നോക്കും. രണ്ടാമത് കമ്പ്യൂട്ടറിന്റെ ഓർമ്മശക്തിയായ മെമ്മറിയെക്കുറിച്ചും അവിടെ വിവരങ്ങൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നും പഠിക്കും. ശരി. മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ, അതായത് ഇൻസ്ട്രക്ഷനുകളെക്കുറിച്ച് പഠിക്കും. ഓക്കെ. അവസാനമായി ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന കമ്പ്യൂട്ടറിന്റെ തലച്ചോറായ പ്രോസസ്സറിനുള്ളിലേക്ക് നമ്മൾ യാത്ര ചെയ്യും. അവിടെ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നേരിൽ കാണാം. വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കമ്പ്യൂട്ടറിന്റെ ഈ അടിസ്ഥാന ബ്ലൂപ്രിന്റ്, അതിലെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും. ഒരു കമ്പ്യൂട്ടറിനെ നമുക്കൊരു വലിയ റെസ്റ്റോറന്റിലെ അടുക്കളയായിട്ട് സങ്കല്പിക്കാം. കൊള്ളാമല്ലോ. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു അടുക്കളയ്ക്ക് പല ഭാഗങ്ങളുണ്ട്. അതുപോലെ കമ്പ്യൂട്ടറിനും പ്രധാനമായും 5 ഫങ്ഷണൽ യൂണിറ്റുകളുണ്ട്. 5 എണ്ണമോ? അതെ, 5 എണ്ണം. ഒന്നാമത്തത് ഇൻപുട്ട് യൂണിറ്റ്. ഇതാണ് നമ്മുടെ അടുക്കളയിലേക്ക് ഓർഡറുകൾ വരുന്ന കൗണ്ടർ. കീബോർഡ്, മൗസ് പോലെയുള്ളവ. അതെ, ഡേറ്റയും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നത് ഇതിലൂടെയാണ്. ശരി. അപ്പോ ഓർഡർ എത്തി. ഇനി ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വേണ്ടേ? വേണം. അതിനാണ് രണ്ടാമത്തെ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ഇതാണ് നമ്മുടെ വലിയ സ്റ്റോർ റൂം. പാൻട്രി പോലെ. അതെ, പാൻട്രി. പ്രോഗ്രാമുകളും ഡേറ്റയും എല്ലാം താൽക്കാലികമായി സൂക്ഷിക്കുന്നത് ഇവിടെയാണ്, അതായത് നമ്മുടെ റാം. ഓക്കെ. മൂന്നാമത്തത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, അതായത് ALU. ഇതാണ് പാചകം നടക്കുന്ന പ്രധാന കൗണ്ടർ. കണക്കുകൂട്ടലുകളൊക്കെ ചെയ്യുന്ന സ്ഥലം. അതെ, കൂട്ടുക, കുറയ്ക്കുക പോലുള്ള കണക്കുകൂട്ടലുകളും പിന്നെ വലുതാണോ ചെറുതാണോ എന്ന് നോക്കുന്നത് പോലുള്ള ലോജിക്കൽ തീരുമാനങ്ങളും എടുക്കുന്നത് ഇവിടെയാണ്. നാലാമത് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇത് ഭക്ഷണം വിളമ്പുന്ന കൗണ്ടറായിരിക്കും. കൃത്യം. മോണിറ്റർ, പ്രിന്ററൊക്കെ ഉദാഹരണങ്ങൾ. പ്രോസസ് ചെയ്ത വിവരങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് ഇവിടെയാണ്. ഒരു മിനിറ്റ്. ഈ 4 യൂണിറ്റുകളും ഡേറ്റയുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഇൻപുട്ട് ഡേറ്റ എടുക്കുന്നു, മെമ്മറി സൂക്ഷിക്കുന്നു, ALU പ്രോസസ് ചെയ്യുന്നു, ഔട്ട്പുട്ട് കാണിക്കുന്നു. പക്ഷേ എപ്പോൾ ഏത് സാധനം സ്റ്റോർ റൂമിൽ നിന്ന് എടുക്കണം, എപ്പോൾ പാചകം തുടങ്ങണമെന്നൊക്കെ തീരുമാനിക്കാൻ ഒരാൾ വേണ്ടേ? ഒരു ഹെഡ് ഷെഫ്. വളരെ ശരിയായ പോയിന്റ്. അതാണ് 5ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്. ഹെഡ് ഷെഫ്. അതെ, ഇതാണ് നമ്മുടെ ഹെഡ് ഷെഫ്. അടുക്കളയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ഈ യൂണിറ്റാണ്. എപ്പോൾ ഡേറ്റ മെമ്മറിയിൽ നിന്ന് എടുക്കണം, എന്ത് ഓപ്പറേഷനാണ് ALU ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കൺട്രോൾ യൂണിറ്റാണ്. അപ്പോ ഈ ഹെഡ് ഷെഫും പാചകം ചെയ്യുന്ന കൗണ്ടറും ചേർന്നതാണോ CPU? അതെ, ഈ കൺട്രോൾ യൂണിറ്റും ALUവും ചേർന്നതാണ് നമ്മൾ സാധാരണ പറയുന്ന സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU. കൊള്ളാം. ഈ അടുക്കള ഉപമ വളരെ വ്യക്തത നൽകുന്നുണ്ട്. അപ്പോ ഈ സ്റ്റോർ റൂമും പാചക കൗണ്ടറും ഒക്കെ തമ്മിൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വഴികൾ വേണ്ടേ? ഈ യൂണിറ്റുകൾ തമ്മിൽ എങ്ങനെയാണ് വിവരങ്ങൾ കൈമാറുന്നത്? അതിനാണ് ബസ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. നമ്മുടെ അടുക്കളയിലെ ഇടനാഴികളാണ് ശരിക്കും ബസ്സുകൾ. ഓക്കെ. ഒന്നിലധികം ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൊതുവായ പാതകളാണിത്. ഇതിലൂടെയാണ് ഡാറ്റയും കൺട്രോൾ സിഗ്നലുകളുമൊക്കെ പോകുന്നത്. ഒരൊറ്റ വലിയ ഇടനാഴി മതിയോ, അതോ പല വഴികൾ വേണോ? നല്ല ചോദ്യം. കാര്യങ്ങൾ കാര്യക്ഷമമാക്കാൻ 3 തരം ഇടനാഴികളുണ്ട്. ഒന്ന് അഡ്രസ് ബസ്. അഡ്രസ്, പേര് കേൾക്കുമ്പോൾ തന്നെ. അതെ, സ്റ്റോർ റൂമിലെ ഏത് ഷെൽഫിൽ നിന്നാണ് സാധനം വേണ്ടതെന്ന് പറയാൻ ഹെഡ് ഷെഫ് ഉപയോഗിക്കുന്ന വഴിയാണത്. അതായത് ഏത് മെമ്മറി ലൊക്കേഷനാണ് വേണ്ടതെന്ന് CPU മെമ്മറിയോട് പറയാൻ ഈ ബസ് ഉപയോഗിക്കുന്നു. ശരി.
രണ്ടാമത്തേത് ഡേറ്റാ ബസ്. യഥാർത്ഥ സാധനങ്ങൾ, അതായത് ഡാറ്റ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന പ്രധാന വഴിയാണിത്. ഓക്കെ. മൂന്നാമത്തേത് കൺട്രോൾ ബസ്. പോയി സാധനം എടുത്തോണ്ട് വാ, അതായത് റീഡ്, ഈ സാധനം അവിടെ കൊണ്ടുപോയി വെക്ക്, അതായത് റൈറ്റ് എന്നൊക്കെയുള്ള ഓർഡറുകൾ കൊടുക്കുന്ന വഴിയാണിത്. അപ്പോ ഈ മൂന്നും ചേർന്നാണ് സിസ്റ്റത്തിനുള്ളിനെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത്. അതെ. പിന്നെ പരീക്ഷയുടെ ഗ്ലന്നത്തിൽ ഈ ഫങ്ഷണൽ യൂണിറ്റുകളുടെ ബ്ലോക്ക് ഡയഗ്രം വരച്ച് വിശദീകരിക്കാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ആ ഡയഗ്രത്തിൽ ഈ ബസ്സുകൾ എങ്ങനെയാണ് എല്ലാറ്റിനെയും ബന്ധിപ്പിക്കുന്നത് എന്ന് വ്യക്തമായി കാണിക്കണം. ഓക്കെ. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ശരീരഘടന നമുക്ക് മനസ്സിലായി. ഇനി നമുക്കതിന്റെ ഓർമ്മയിലേക്ക്, അതായത് മെമ്മറിയിലേക്ക് പോകാം. ഡാറ്റ എങ്ങനെയാണ് മെമ്മറിയിൽ കൃത്യമായി കണ്ടുപിടിക്കുന്നത്? നമ്മൾ നേരത്തെ മെമ്മറിയെ ഒരു വലിയ സ്റ്റോർ റൂമായിട്ടാണ് ഉപമിച്ചതല്ലേ? അതെ. ആ സ്റ്റോർ റൂമിലെ ഓരോ ഷെൽഫിനും ഓരോ നമ്പർ ഉള്ളതുപോലെ മെമ്മറിയിലെ ഓരോ ലൊക്കേഷനും ഒരു യുണീക്ക് അഡ്രസ് ഉണ്ട്. ഒരു കമ്പ്യൂട്ടറിന് 32 ബിറ്റ് അഡ്രസ് ബസ് ഉണ്ടെങ്കിൽ അതിന് 2x32, അതായത് ഏകദേശം 4 ബില്യൺ മെമ്മറി ലൊക്കേഷനുകളെ തിരിച്ചറിയാൻ സാധിക്കും. ഓഹോ. ഈ അഡ്രസ് ഉപയോഗിച്ചാണ് CPU ഡേറ്റ കൃത്യമായി കണ്ടെത്തുന്നത്. അപ്പോൾ CPUവിന് മെമ്മറിയിൽ നിന്ന് ഡേറ്റ എടുക്കണമെങ്കിൽ അത് ഈ അഡ്രസ് ഉപയോഗിച്ച് ഒരു അഭ്യർത്ഥന നടത്തുകയാണോ ചെയ്യുന്നത്? അതെ. മെമ്മറിയുമായി ബന്ധപ്പെട്ട് 2 അടിസ്ഥാന ഓപ്പറേഷൻസ് ആണുള്ളത്: ലോഡ്, റീഡ്, പിന്നെ സ്റ്റോർ, റൈറ്റ്. റീഡും റൈറ്റും. അതെ. മെമ്മറിയിൽ നിന്ന് ഡേറ്റയെ CPUവിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ലോഡ് അഥവാ റീഡ് എന്ന് പറയുന്നത്. CPUവിൽ നിന്നുള്ള ഡേറ്റയെ മെമ്മറിയിലേക്ക് സേവ് ചെയ്യുന്നതിനെ സ്റ്റോർ അല്ലെങ്കിൽ റൈറ്റ് എന്നും പറയുന്നു. ഈ പ്രവർത്തനങ്ങൾ നടക്കാൻ CPUവിന് എന്തെങ്കിലും പ്രത്യേക സഹായികളുണ്ടോ? ഉണ്ട്. അവിടെയാണ് രജിസ്റ്ററുകളുടെ പങ്കു വരുന്നത്. മെമ്മറിയിലേക്ക് പോയി ഡേറ്റ എടുക്കുന്നത് സ്റ്റോർ റൂമിൽ പോയി സാധനം എടുക്കുന്നത് പോലെ കുറച്ച് സമയമെടുക്കുന്ന കാര്യമാണ്. അതെ. ദൂരമുണ്ടല്ലോ. അതെ. എന്നാൽ രജിസ്റ്ററുകൾ ഹെഡ്ഷെഫിന്റെ സ്വന്തം കൗണ്ടറിലിരിക്കുന്ന ചെറിയ നോട്ട്പാഡുകൾ പോലെയാണ്. വളരെ വേഗതയേറിയ ചെറിയ മെമ്മറി യൂണിറ്റുകൾ. മെമ്മറി ഓപ്പറേഷനുകൾക്കായി 2 പ്രധാന നോട്ട്പാഡുകളുണ്ട്: മെമ്മറി അഡ്രസ് രജിസ്റ്റർ MAR, പിന്നെ മെമ്മറി ഡേറ്റ രജിസ്റ്റർ MDR. പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വളരെ ലളിതമാണ്. ഒരു ഡേറ്റ റീഡ് ചെയ്യണമെങ്കിൽ CPU ആദ്യം ഏത് അഡ്രസ്സിൽ നിന്നാണ് ഡേറ്റ വേണ്ടതെന്ന് MAR എന്ന നോട്ട്പാഡിൽ എഴുതും. അഡ്രസ് രജിസ്റ്ററിൽ. അതെ. എന്നിട്ട് ഒരു റീഡ് സിഗ്നൽ കൺട്രോൾ ബസ്സിലൂടെ മെമ്മറിക്ക് നൽകും. മെമ്മറി ആ അഡ്രസ്സിലുള്ള ഡേറ്റയെ ഡേറ്റാ ബസ്സിലൂടെ അയക്കും. അത് പ്രോസസർ MDR എന്ന നോട്ട്പാഡിൽ സ്വീകരിക്കും. ഓക്കെ. ഡേറ്റ രജിസ്റ്ററിൽ. അതെ. അതുപോലെ റൈറ്റ് ചെയ്യാനാണെങ്കിൽ അഡ്രസ് MARലും എഴുതേണ്ട ഡേറ്റ MDRലും വെച്ച ശേഷം ഒരു റൈറ്റ് സിഗ്നൽ കൊടുക്കും. അത്രേ ഉള്ളൂ. അപ്പോ ശരിക്കും പ്രോസസർ മെമ്മറിയോട് സംസാരിക്കുന്നത് ഈ 2 രജിസ്റ്ററുകളിലൂടെയാണ്. ഒരു പോസ്റ്റ് ഓഫീസിലെ അഡ്രസ് എഴുതുന്ന കോളവും സാധനം വെക്കുന്ന കൗണ്ടറും പോലെ. കാര്യങ്ങൾ വളരെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഈ ഡേറ്റ വെച്ച് എന്ത് ചെയ്യണമെന്ന് CPU എങ്ങനെയാണ് അറിയുന്നത്? വെറുതെ ഡേറ്റ കൈമാറിയാൽ പോരല്ലോ, ഒരു പാചകക്കുറിപ്പ് വേണ്ടേ? വളരെ നല്ല ചോദ്യം. അവിടെയാണ് ഇൻസ്ട്രക്ഷനുകളുടെ പങ്ക്. ഒരു ഇൻസ്ട്രക്ഷൻ എന്നത് ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള നിർദ്ദേശമാണ്. ഒരു പാചകക്കുറിപ്പിലെ ഓരോ സ്റ്റെപ്പും പോലെ. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ആഡ് R1 R2 എന്നത് ഒരു ഇൻസ്ട്രക്ഷനാണ്. ഇത് R1 R2 എന്നീ രജിസ്റ്ററുകളിലെ ഡേറ്റ തമ്മിൽ കൂട്ടാൻ പറയുന്നു. നിങ്ങൾ എഴുതുന്ന ഒരു പ്രോഗ്രാം എന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലുള്ള ഇതുപോലുള്ള ഒരു കൂട്ടം ഇൻസ്ട്രക്ഷനുകളാണ്. ഈ ഇൻസ്ട്രക്ഷനുകൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? അവ എങ്ങനെയാണ് ക്രമത്തിൽ പ്രവർത്തിക്കുന്നത്? ഇൻസ്ട്രക്ഷനുകളും ഡേറ്റ പോലെ തന്നെ മെമ്മറിയിലാണ് സൂക്ഷിക്കുന്നത്. ഇവയെ ഒന്നൊന്നായി പ്രവർത്തിപ്പിക്കുന്ന രീതിയെയാണ് ഇൻസ്ട്രക്ഷൻ സീക്വൻസിംഗ് എന്ന് പറയുന്നത്. ഓക്കേ. അടുത്ത ഏത് ഇൻസ്ട്രക്ഷനാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നതിന്റെ അഡ്രസ്സ് സൂക്ഷിക്കാൻ പ്രോസസറിനുള്ളിൽ ഒരു പ്രത്യേക രജിസ്റ്ററുണ്ട്, ഒരു ബുക്ക്മാർക്ക് പോലെ. അതാണ് പ്രോഗ്രാം കൗണ്ടർ, PC. പ്രോഗ്രാം കൗണ്ടർ. അതെ. ഒരു ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിയുമ്പോൾ PC ഓട്ടോമാറ്റിക്കായി അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യും. ശരി. അപ്പോ ഇൻസ്ട്രക്ഷൻ ഒരു പാചകക്കുറിപ്പിലെ സ്റ്റെപ്പാണെന്ന് പറഞ്ഞു. പക്ഷേ അതിലെ ചേരുവകൾ, അതായത് ഡേറ്റ, എപ്പോഴും ഒരേ സ്ഥലത്തായിരിക്കില്ലല്ലോ. ചിലപ്പോൾ ചേരുവയുടെ അളവ് പാചകക്കുറിപ്പിൽ തന്നെ എഴുതിയിട്ടുണ്ടാവാം. അതെ. ആഡ് R1#5 എന്നൊക്കെ പറയുന്നത് പോലെ. അതെ. ചിലപ്പോൾ A എന്ന പാത്രത്തിലെ പഞ്ചസാര എടുക്കുക എന്നായിരിക്കും. ഈ വ്യത്യാസങ്ങളെ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇവിടെയാണ് ഈ മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതേസമയം വിദ്യാർത്ഥികൾക്ക് കുറച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായൊരു ഭാഗം വരുന്നത്. അഡ്രസ്സിംഗ് മോഡുകൾ.
അഡ്രസ്സിംഗ് മോഡുകൾ. അതെ, ഒരു ഇൻസ്ട്രക്ഷൻ ആവശ്യമായ ഡേറ്റ, അതായത് ഓപ്പറാൻഡ്, എവിടെയാണെന്ന് വ്യക്തമാക്കാനുള്ള വിവിധ രീതികളെയാണ് അഡ്രസ്സിംഗ് മോഡുകൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ചില മോഡുകൾ ഉദാഹരണസഹിതം പറയാമോ? തീർച്ചയായും. ഒന്ന്, ഇമ്മീഡിയറ്റ് മോഡ്. ഇവിടെ ഡേറ്റ ഇൻസ്ട്രക്ഷന്റെ ഭാഗമായി തന്നെ ഉണ്ടാകും. ആഡ് R1#10 എന്ന് പറഞ്ഞാൽ R1ന്റെ കൂടെ 10 എന്ന സംഖ്യ നേരിട്ട് കൂട്ടാനാണ് പറയുന്നത്. നമ്മൾ കോഡിങ്ങിൽ x=x+10 എന്ന് എഴുതുന്നത് പോലെ. കൃത്യം. 2, രജിസ്റ്റർ മോഡ്. ഇവിടെ ഡേറ്റ ഒരു CPU രജിസ്റ്ററിലുണ്ടാകും. ആഡ് R1R2. ഇത് വളരെ വേഗതയേറിയതാണ്. കാരണം ഡേറ്റ പ്രോസസറിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ടല്ലോ. അതെ. 3, ആബ്സല്യൂട്ട് ഡയറക്റ്റ് മോഡ്. ഇവിടെ ഡേറ്റയുടെ മെമ്മറി അഡ്രസ്സ് നേരിട്ട് ഇൻസ്ട്രക്ഷനിൽ നൽകിയിട്ടുണ്ടാകും. ഉദാഹരണത്തിന് ആഡ് R1000. ശരി. 4, ഇൻഡയറക്റ്റ് മോഡ്. ഇത് കുറച്ചുകൂടി രസകരമാണ്. ഇൻസ്ട്രക്ഷനിൽ നൽകിയിരിക്കുന്ന അഡ്രസ്സിൽ ഡേറ്റയായിരിക്കില്ല, പകരം ഡേറ്റയുടെ യഥാർത്ഥ അഡ്രസ്സായിരിക്കും ഉണ്ടാവുക. അഡ്രസ്സിന്റെ അഡ്രസ്സ്. അതെ. നിങ്ങൾ C പ്രോഗ്രാമിംഗിൽ പോയിന്ററുകൾ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഈ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. പോയിന്റർ വേരിയബിളിൽ ഡേറ്റയല്ലല്ലോ, ഡേറ്റ ഇരിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സല്ലേയുള്ളത്. ശരിയാണ്. ഇപ്പോഴാണത് കണക്റ്റായത്. ഇതുപോലെ ഒരു അറയിലെ എലമെന്റുകളെ ആക്സസ് ചെയ്യാൻ സഹായിക്കുന്ന ഇൻഡെക്സ് മോഡ്, പിന്നെ റിലേറ്റീവ് മോഡ് എന്നിങ്ങനെ പല മോഡുകളുമുണ്ട്. പരീക്ഷയ്ക്ക് വിവിധതരം അഡ്രസ്സിംഗ് മോഡുകൾ ഉദാഹരണസഹിതം വിശദീകരിക്കാൻ ഉറപ്പായും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്കിതൊന്ന് കീറിൽ മുറിച്ച് പരിശോധിക്കാം. അപ്പം നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ കണ്ടു, മെമ്മറിയെ പരിചയപ്പെട്ടു, ഇൻസ്ട്രക്ഷൻ എന്ന പാചകക്കുറിപ്പും പഠിച്ചു. ഇനി ആ പാചകം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കാണാം. ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ പ്രോസസർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ഓരോ ഇൻസ്ട്രക്ഷനും ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിലൂടെ കടന്നുപോകുന്നു. ഇതിന് പ്രധാനമായും 2 ഘട്ടങ്ങളുണ്ട്: ഫെച്ച്, പിന്നെ എക്സിക്യൂട്ട്. ഫെച്ച്, എക്സിക്യൂട്ട്. അതെ. ഒന്നാമത്തെ ഘട്ടമായ ഫെച്ചിൽ പ്രോസസർ പ്രോഗ്രാം കൗണ്ടറിലുള്ള അഡ്രസ്സിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്നും തന്നിലേക്ക് കൊണ്ടുവരുന്നു. പാചകക്കുറിപ്പിലെ അടുത്ത സ്റ്റെപ്പ് വായിക്കുന്നത് പോലെ. അതെ. ഈ ഇൻസ്ട്രക്ഷൻ പ്രോസസറിനുള്ളിലെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ IRൽ സ്റ്റോർ ചെയ്യും. ഫെച്ച് കഴിഞ്ഞാലുടൻ പ്രോഗ്രാം കൗണ്ടർ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോയിന്റ് ചെയ്യും. ഓക്കെ. രണ്ടാമത്തെ ഘട്ടമാണ് എക്സിക്യൂട്ട്. ഇവിടെ കൺട്രോൾ യൂണിറ്റ് IRലുള്ള ഇൻസ്ട്രക്ഷനെ വായിച്ച് മനസ്സിലാക്കുന്നു. ഇതിന് ഡീകോഡിംഗ് എന്ന് പറയും. അതെന്ത് ചെയ്യാനാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതെ. അതൊരു ആഡ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ആവശ്യമായ ഡേറ്റയെ ALUവിലേക്ക് എത്തിക്കാനും ALUവിനോട് കൂട്ടാനുള്ള സിഗ്നൽ കൊടുക്കാനും കിട്ടിയ ഉത്തരം തിരികെയുള്ള രജിസ്റ്ററിലേക്ക് മാറ്റാനുമുള്ള സിഗ്നലുകൾ പുറപ്പെടുവിക്കും. ഈ പ്രവർത്തനങ്ങൾ പ്രോസസറിനുള്ളിൽ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ നേരത്തെ ബസ്സുകളെക്കുറിച്ച് സംസാരിച്ചു. അതുപോലെ പ്രോസസറിനുള്ളിലെ ആന്തരിക ഘടന ഇതിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. പ്രോസസറിനുള്ളിലെ രജിസ്റ്ററുകളും ALUവും എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നത് പ്രവർത്തന വേഗതയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഇതിൽ 2 പ്രധാനതരം ഓർഗനൈസേഷനുകളുണ്ട്: സിംഗിൾ ബസ് ഓർഗനൈസേഷനും പിന്നെ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനും. സിംഗിൾ ബസ് ഓർഗനൈസേഷന് അത്രയധികം പോരായ്മകളുണ്ടെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ അതിപ്പോഴും പഠിക്കുന്നത്? നല്ല ചോദ്യമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് പഴയതാണ്. പക്ഷേ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. സിംഗിൾ ബസ് ഓർഗനൈസേഷനിൽ എല്ലാ രജിസ്റ്ററുകളും ALUവും ഒരൊറ്റ പൊതുവായ ബസ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് രൂപകൽപ്പന ചെയ്യാൻ എളുപ്പമാണ്, ചെലവ് കുറവാണ്. പക്ഷെ ഒരു വലിയ പോരായ്മയുണ്ട്: ഒരേ സമയം ഒരു ഡാറ്റ ട്രാൻസ്ഫർ മാത്രമേ ഈ ബസ്സിലൂടെ നടക്കൂ. നമ്മുടെ അടുക്കളയിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒരൊറ്റ ട്രോളി മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുന്നത് പോലെ. അതെ, അത് കാര്യങ്ങൾ വളരെ പതുക്കെയാക്കും. അപ്പോ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ ഇതിനൊരു പരിഹാരമാണ്, ഒന്നിലധികം ട്രോളികൾ ഉപയോഗിക്കുന്നത് പോലെ. കൃത്യമായി. മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനിൽ 2ഓ അതിലധികമോ ബസ്സുകളുണ്ടാകും. ഇത് ഒരേ സമയം ഒന്നിലധികം ഡേറ്റ ട്രാൻസ്ഫറുകൾ സാധ്യമാക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ വേഗത്തിലാവും. തീർച്ചയായും. ഉദാഹരണത്തിന് 2 രജിസ്റ്ററുകളിൽ നിന്നുള്ള ഡേറ്റയെ ഒരേ സമയം 2 വ്യത്യസ്ത ബസ്സുകളിലൂടെ ALUവിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇത് പ്രവർത്തന വേഗത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഈ മാറ്റത്തിന്റെ യഥാർത്ഥ പ്രസക്തി എന്താണ്? ഇത് വെറുമൊരു വേഗത കൂട്ടൽ മാത്രമല്ല, ഒരേ ക്ലോക്ക് സൈക്കിളിൽ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ പ്രോസസറിന് കഴിവ് നൽകിയത് ഈ മൾട്ടിപ്പിൾ ബസ് ആർക്കിടെക്ചറാണ്. നിങ്ങൾ ഒരേ സമയം പാട്ട് കേൾക്കുകയും കോഡ് എഴുതുകയും ചെയ്യുമ്പോൾ
ഓരോ പ്രവർത്തനത്തിനും വേണ്ട ഡേറ്റ ഒരേ സമയം പ്രോസസ്സറിന് ലഭ്യമാക്കാൻ ഇത് സഹായിക്കുന്നു. ശരി. പിന്നെ പരീക്ഷയുടെ കാര്യത്തില് എക്സിക്യൂഷൻ ഓഫ് എ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ എന്നത് ഒരു പ്രധാനപ്പെട്ട 14 മാർക്ക് ചോദ്യമാണ്. ഒരു ഇൻസ്ട്രക്ഷൻ, ഉദാഹരണത്തിന് ആഡ് R3 R1 സിംഗിൾ ബസ് ഓർഗനൈസേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വിശദീകരിക്കാൻ ചോദിക്കും. ഓരോ സ്റ്റെപ്പിലും ഏത് കൺട്രോൾ സിഗ്നലുകളാണ് ആക്റ്റീവ് ആകുന്നത് എന്നതിൻ്റെ ഒരു സീക്വൻസ് എഴുതാൻ പഠിച്ചിരിക്കണം. അപ്പോ ഇത്രയും വിശദമായി നമ്മൾ ഒരു ഇൻസ്ട്രക്ഷന്റെ ജീവിതയാത്ര പിന്തുടർന്നു. ഈ മൊഡ്യൂളിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായും. നമ്മുടെ ഈ അന്വേഷണത്തിൽ നിന്ന് കിട്ടിയ പ്രധാന തുമ്പുകൾ ഇവയാണ്. 1. ഒരു കമ്പ്യൂട്ടറിന് ഇൻപുട്ട്, മെമ്മറി, ALU, ഔട്ട്പുട്ട്, കൺട്രോൾ യൂണിറ്റ് എന്നിങ്ങനെ 5 പ്രധാന ഫങ്ഷണൽ യൂണിറ്റുകളുണ്ട്. ശരി. 2. മെമ്മറി ഒരു വലിയ ലൈബ്രറിയാണ്. ഓരോ ലൊക്കേഷനും ഒരു അഡ്രസ്സുണ്ട്. CPU, MAR, MDR എന്നീ രജിസ്റ്ററുകൾ ഉപയോഗിച്ച് മെമ്മറിയുമായി ആശയവിനിമയം നടത്തുന്നു. ഓക്കെ. 3. ഓരോ ഇൻസ്ട്രക്ഷനും ഫെച്ച്, എക്സിക്യൂട്ട് എന്നീ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. പ്രോഗ്രാം കൗണ്ടറാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് ട്രാക്ക് ചെയ്യുന്നത്. അതെ. 4. ഇൻസ്ട്രക്ഷന് ആവശ്യമായ ഡേറ്റ എവിടെയാണെന്ന് വ്യക്തമാക്കുന്ന രീതിയാണ് അഡ്രസ്സിംഗ് മോഡുകൾ. ഇത് പ്രോഗ്രാമിംഗിലെ പല ആശയങ്ങളും സാധ്യമാക്കുന്നു. ശരിയാണ്. പിന്നെ 5. പ്രോസസ്സറിനുള്ളിലെ സിംഗിൾ ബസ്, മൾട്ടിപ്പിൾ ബസ് പോലുള്ള ആന്തരിക ഘടനകൾ കമ്പ്യൂട്ടറിന്റെ പ്രകടനത്തെ നിർണായകമായി സ്വാധീനിക്കുന്നു. വളരെ വ്യക്തമായി. അപ്പോ കമ്പ്യൂട്ടർ ഓർഗനൈസേഷന്റെ അടിസ്ഥാന ശിലകളെക്കുറിച്ചുള്ള നല്ലൊരു ധാരണ ഈ ചർച്ചയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. ഒരു കോഡ് എങ്ങനെയാണ് ഹാർഡ്വെയറിൽ ജീവൻ വയ്ക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അതെ, നമ്മളിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി, അതായത് സീക്വൻഷ്യലായി പ്രവർത്തിക്കുന്നു എന്ന് പഠിച്ചു. ഇത് ഒരു ഷെഫ് ഒരു വിഭവം പൂർണ്ണമായി ഉണ്ടാക്കിയതിനു ശേഷം മാത്രം അടുത്ത വിഭവം തുടങ്ങുന്നത് പോലെയാണ്. എന്നാൽ ഇന്നത്തെ ആധുനിക പ്രോസസ്സറുകൾ ഒരേ സമയം ഒന്നിലധികം ഇൻസ്ട്രക്ഷനുകളുടെ ഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഒരു ഷെഫ് ഒരു വിഭവത്തിന്റെ കട്ടിംഗ് നടത്തുമ്പോൾ തന്നെ അസിസ്റ്റന്റ് ഷെഫ് വേറൊരു വിഭവത്തിന്റെ സോസ് തയ്യാറാക്കുന്നതുപോലെ. ഇതെങ്ങനെ സാധ്യമാകും? പ്രവർത്തനങ്ങൾ പരസ്പരം കൂടിക്കുഴയില്ലേ? അതെ, ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് പൈപ്പ്ലൈനിംഗ് എന്ന ആശയം. അത് നിങ്ങൾ അടുത്ത മൊഡ്യൂളുകളിൽ പഠിക്കും. ഇപ്പോൾ പഠിച്ച ബസ് ഓർഗനൈസേഷനും ഇൻസ്ട്രക്ഷൻ സൈക്കിളും വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ ആ ആശയം നിങ്ങൾക്ക് ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.